ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 51 റൺസിൻ്റെ തോൽവിയായിരുന്നു ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ആധിപത്യമായിരുന്നെങ്കിൽ രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ശക്തമായ തിരിച്ചുവരവാണ് കണ്ടത്. കളിയുടെ എല്ലാ മേഖലയിലും ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ നിഷ്പ്രഭരാക്കി. സൗത്ത് ആഫ്രിക്ക നൽകിയ 214 റൺസിൻ്റെ ചേസിൽ 162-ന് ഇന്ത്യ ഓൾ ഔട്ടായി. ഇതിനിടെ ഈ കളിക്കിടെ ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലിൻ്റെയും സഞ്ജു സാംസണിൻ്റെയും ഡ്രസ്സിംഗ് റൂമിലെ വ്യത്യസ്ത മുഖഭാവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്. മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി 360 ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാറ്റിങ്ങിൽ വൻ ഫ്ലോപ്പായിട്ടും ഇന്ത്യ തകർച്ച നേരിട്ടിട്ടും ഇതൊന്നും വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഗില്ലിനെ കാര്യമായി അലട്ടുന്നതായി മുഖഭാവത്തിൽ നിന്നും തോന്നിയില്ല. ഡ്രസ്സിംഗ് റൂമിൽ വളരെ കൂളായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗില്ലിനെയായിരുന്നു കാണാനായത്. ഈ മത്സരത്തിൽ ഗോൾഡൻ ഡക്കായെങ്കിലും അതൊന്നും തനിക്ക് വലിയ വിഷയമല്ലെന്ന മുഖഭാവമായിരുന്നു ഗില്ലിൽ നിന്നും പ്രകടമായത്. 2025 ഇന്ത്യൻ ടീമിനായി 2020-ൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിനായിട്ടില്ല. എന്നിട്ടും ഗില്ലിനെ ഒഴിവാക്കാൻ ഗംഭീറോ അജിത് അഗർക്കറോ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 17 T20 മത്സരങ്ങളിൽ ഒറ്റ 50 പോലും ഗില്ലിനില്ല. എന്നിട്ടും അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമം ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത്. UAEയിൽ നടന്ന ഏഷ്യ കപ്പിലൂടെയാണ് 2020 ടീമിലേക്ക് ഗിൽ വരുന്നത്. വൈസ് ക്യാപ്റ്റൻ്റെ തൊപ്പിയും സ്ഥിരം ഓപ്പണിംഗ് സ്ഥാനവും ഗില്ലിന് നൽകി. അതുവരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ കൂട്ടുകെട്ട് തകർത്താണ് ഗില്ലിനെ 11-ലേക്ക് കൊണ്ടുവന്നത്. അതേസമയം രണ്ടാം 2020 മത്സരത്തിനിടെ മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമൻറ്റേറ്ററുമായ ആകാശ് ചോപ്ര ഗില്ലിൻ്റെ ഫോമിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഇന്ത്യൻ 2020 ടീമിൽ ഒരു മാറ്റമുണ്ടാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. 2020-ൽ വൈസ് ക്യാപ്റ്റനാണ് ഗില്ല്. സഞ്ജു അവസരം കാത്തു നിൽക്കുമ്പോൾ എന്താണ് ഇനി തീരുമാനിക്കേണ്ടത്? ഒരു ഓപ്പണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി 32 ആണ്. പക്ഷേ ആ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ, അത് ഏകദേശം 180 ആണ്. സഞ്ജുവിന് 3 സെഞ്ചുറികൾ അടക്കമുണ്ട്. എന്താണ് ഇനി ടീം സഞ്ജുവിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനമെന്നും ചോപ്ര ചോദിച്ചു. ഇതേ ചർച്ചയിൽ പങ്കെടുത്ത ഇർഫാൻ പഠാൻ പറഞ്ഞത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്നും പക്ഷേ മാനേജ്മെൻറ്റ് ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്യണമെന്നും കാരണം ലോകകപ്പ് അകലെയല്ല എന്നും ഓർമ്മിപ്പിച്ചു.